عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا ومعشوقنا ومحبوبنا ومنجدنا ومرشدنا ومصطفانا ومقتفانا ومجتبانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله بابنا تبارك حيطاننا ياسين سقفنا كافها يا عين صاد كفايتنا حميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم. ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, ഈ മഹത്തായ ആത്മീയ സദസ്സിൽ വളരെ ആവേശത്തോടെ ഒത്തുകൂടിയിട്ടുള്ള ഈ നാട്ടിലെ ആദരണീയരായ രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ഒരു അമലായി, സുഹൃതമായി, സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നല്ലതു പറയാനും പഠിക്കാനും ചിന്തിക്കാനും നല്ലതുമാത്രം പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിച്ച് മുത്തഖീങ്ങളുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ ഒത്തുകൂടാൻ അല്ലാഹു സാധുക്കളായ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ, നമ്മുടെ മുമ്പേ നടന്നുപോയ നമ്മുടെ പ്രപിതാക്കൾ, ആലിമീങ്ങൾ, മശായിഖന്മാർ, സാദാത്യങ്ങൾ, അല്ലാഹു അവരുടെയൊക്കെ ഉഖ്റവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ.
ലോകത്തോട് വിട പറയുമ്പോൾ കാമിലായ ഈമാനോടെ വിട പറയാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലെ നല്ലവരായ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ സ്വലാത്ത് വാർഷികത്തിൻ്റെ പ്രഭാഷണ സദസ്സിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ അഭിനന്ദനായ നേതാവ് ഷെയ്ഖുന ത്വാഖ അഹമ്മദ് ഉസ്താദിൻ്റെ ഭക്തി നിർഭരമായ നസ്വീഹത്തും അവിടുത്തെ പ്രാർത്ഥനയുമാണ്. ഉസ്താദ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, വിശ്രമത്തിലാണ്. സമയമാകുമ്പോൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരും, നമ്മെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞ് സായുജ്യമടഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇത് സ്വലാത്തിൻ്റെ മജ്ലിസാണ്, ഇത് സ്വലാത്തിൻ്റെ വാർഷികത്തിൻ്റെ സദസ്സാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നേതാവ് ത്വാഹ റസൂലുള്ളാഹി, നിങ്ങൾ സ്വലാത്തില്ലാത്തത് എന്തോ ഒരു ഉഷാറ് കുറവ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സാണ്. ഹബീബായ നബി തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട സദസ്സാണ്. അതുകൊണ്ട് ഇതിന് വലിയ മഹത്വമുണ്ട്. ഇത് മഹബ്ബത്തിൻ്റെ സദസ്സാണ്, ഇത് പ്രേമത്തിൻ്റെ സദസ്സാണ്, ഇത് സ്നേഹത്തിൻ്റെ സദസ്സാണ്. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, കൽബിനോട് കൽബിലേക്ക് ചേർത്തു വെക്കേണ്ടവരെ ചേർത്തു വെക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസാണിത്. നമ്മുടെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും വൈതരണികളും പരിഹരിക്കാൻ ഇതല്ലാതെ നമുക്ക് മാർഗമില്ല എന്ന് പലതവണ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ലോകം ഇന്ന് വലിയ പ്രയാസത്തിലാണെന്ന് നമുക്കറിയാം. ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിവിധങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ അവശതയുള്ളവരുണ്ട് ഈ സദസ്സിൽ. മാനസികമായ സങ്കടങ്ങളും സംഘർഷങ്ങളും വേട്ടയാടുന്നവരുണ്ട് ഈ മജ്ലിസിൽ. അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങളെ കൊണ്ട് നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ നമ്മുടെ മജ്ലിസിലുണ്ട്. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ജോലി സംബന്ധമായ വിഷയങ്ങളിൽപ്പെട്ട് വല്ലാതെ വിഷമത്തോടെ സങ്കടത്തോടെ എല്ലാം ഉള്ളിലൊതുക്കി പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ നിർഭരമായ മനസ്സോടുകൂടി ജീവിതം മുന്നോട്ട് നീക്കുന്നവരുണ്ട്. അതിലപ്പുറം ഒരുപാട് രോഗങ്ങളുമായി യാതനയും വേദനയും സഹിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാർ നമ്മുടെ സദസ്സിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ടവരിലുണ്ട്. ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണം. എന്താണ് പരിഹാരം? പരിഹാരം ഒന്നേയുള്ളൂ. വിശുദ്ധ ഖുർആൻ അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി ലോകത്ത് നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് സ്വാസ്ഥ്യമായി സ്വസ്ഥതയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ ഒറ്റമൂലി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് ആ ഒറ്റമൂലി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മാലോകരെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ആഹ്വാനം ചെയ്യുകയാണ്. അലാ, അറിയണം സമൂഹമേ, അലാ, ഉൾക്കൊള്ളണം സമൂഹമേ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലൂടെ മാത്രമാണ്, അല്ലാഹുവിന്റെ ദിക്റിലൂടെ മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവരുക. ഈ ആയത്തിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. ദിക്റുള്ള കൊണ്ടാണ് ഖൽബിന് സ്വസ്ഥത എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഈ ദിക്റുള്ള? ഏതാണ് ഈ ദിക്റുള്ള? അല്ലാഹുവിന്റെ ദിക്ർ. ഏതാണ് അല്ലാഹുവിന്റെ ദിക്ർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മാലാഖമാരും
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഗുണം വർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ദിക്റുല്ലാഹ്. അല്ലാഹു നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അല്ലാഹു നോമ്പെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, മലക്കുകൾ സകാത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. മറിച്ച് അല്ലാഹുവും അവന്റെ മാലാകമാരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം അത് യുസല്ലൂന അലൻ നബി, ഹബീബായ നബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരുന്നത്. ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും വളരെ മനോഹരമായ ജീവിതം നയിക്കാൻ അവർ കണ്ടെത്തിയ മാർഗം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്വലാത്തായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ ഹബീബായ നബി തങ്ങളുടെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമേ. എന്തേ? ഈ ലോകത്ത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഒന്നാമതായി അല്ലാഹുവിനെയാണ്. ഈ പ്രപഞ്ചത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രേമിക്കേണ്ടത് മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മെ സ്നേഹിക്കുന്നതും അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. ഈ സമയത്ത് ഈ വിനീതന് പ്രഭാഷണം നടത്താൻ തൗഫീഖ് തന്നുകൊണ്ടിരിക്കുന്നത്, അതിന് കഴിവ് തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും പടച്ച തമ്പുരാനാണ്. എന്നെ നോക്കുന്നത് പോലെ, ശ്രദ്ധിക്കുന്നത് പോലെ ഈ സദസ്സിൽ ഒത്തുകൂടിയ നൂറുകണക്കിന് മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ നോക്കുന്നവരാരാണ്? നമ്മൾ ശ്രദ്ധിക്കുന്നവരാരാണ്? നമ്മളെ പരിഗണിക്കുന്നവർ ഈ ഭൂമി ലോകത്താരാണ്? ഇന്ന് നാം നേരം പുലർന്ന് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് ഈ നിമിഷം വരെ എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മൾ എത്ര തവണ ശ്വാസോച്ഛ്വാസം നടത്തി? നമ്മൾ അറിയാതെ എത്ര തവണ നമ്മൾ ഓക്സിജൻ അകത്തേക്ക് വലിച്ചു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിട്ടു. ഓരോ മിനിറ്റിലും എത്ര തവണയാണ് നമ്മുടെ കണ്ണുകൾ അടഞ്ഞത്, നമ്മുടെ കണ്ണുകൾ തുറന്നത്. നമ്മളറിയാതെ എന്തെല്ലാം അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരമാകുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ മിനിറ്റിലും. ആവശ്യമില്ലാത്ത ഒരുപാട് കോശങ്ങൾ മൃതിയടഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കാവശ്യമായ ഓരോ സമയത്തും ആവശ്യമായ ആഫിയത്തും തൗഫീഖും കഴിവും എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ പടച്ച തമ്പുരാനാണ് പ്രിയപ്പെട്ട മുഅ്മിനേ. അതുകൊണ്ട് ഈ ലോകത്ത് നാം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് മാനസികമായി, ആത്മീയമായി, ശാരീരികമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്നാമതായി പടച്ച തമ്പുരാനോടാണ്. അല്ലാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിമിഷം അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ സമയം തന്നെ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന 650 കോടി ജനങ്ങളെ അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ റബ്ബ് ചെയ്യുന്ന പണിയാണ്. ഇത് മറ്റാർക്ക് ചെയ്യാൻ സാധിക്കും? ഈ ലോകത്ത് 650 കോടി ജനങ്ങൾ താമസിച്ചിരിക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുമ്പോ 650 കോടി ജനങ്ങളിൽ ഓരോരുത്തരെയും അല്ലാഹു വെവ്വേറെ നോക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 650 കോടി മാത്രമാണോ? അത് ഭൂമിയുടെ പുറത്തുള്ള മനുഷ്യരുടെ കണക്കല്ലേ. മരണപ്പെട്ട് ഖബറിന്റെ ഉള്ളിൽ കഴിയുന്ന എത്ര കോടിയുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഭൂമിയുടെ അന്തർഭാഗത്ത്. ഈ ഭൂമിയുടെ ഉപരിതലത്തുള്ള മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടിയല്ലേ ഖബറിൽ കിടക്കുന്ന മനുഷ്യർ. ആ മനുഷ്യരെ പോലും അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞിട്ട് 1500 കൊല്ലമായി അവിടുത്തെ ഖബർ ഷരീഫിൽ കിടക്കുകയാണ് മദീന മുനവ്വറയിൽ.
1500 കൊല്ലവും ആ ഹബീബിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പടച്ച തമ്പുരാൻ. ഹബീബായ നബി തങ്ങൾ മാത്രമല്ല, ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന 1,24,000 അമ്പിയാക്കളുണ്ട്. ആ അമ്പിയായിനെ മുഴുവനും അവരെ ഖബറിൽ അല്ലാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഔലിയാക്കളെ, ലക്ഷക്കണക്കിന് ആരിഫീങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, സ്വാലിഹീങ്ങളെ ഒരിക്കലും തന്നെ ജീർണിച്ചു പോകാതെ ഖബറിൽ അവരെ അല്ലാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് രക്ഷ കൊടുക്കുന്നതും അല്ലാഹുവാണ്, ശിക്ഷ കൊടുക്കുന്നതും പടച്ച തമ്പുരാനാണ്, സ്വർഗീയമായ സൗഖ്യം നൽകുന്നതും പടച്ച തമ്പുരാനാണ്. ഇതെല്ലാം ഓരോ മൈക്രോ സെക്കൻഡിലും അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമാണോ? ഈ ലോകത്ത് മനുഷ്യരെക്കാളും കൂടുതൽ ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ ജിന്നുകളെയും പിശാചുക്കളെയും എല്ലാം അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കോടിക്കണക്കിന് വരുന്ന മാലാഖമാരെ ഓരോ നിമിഷവും അല്ലാഹു കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സമുദ്രലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങളെ, കടൽ ജീവികളെ, സമുദ്ര ജീവികളെ അല്ലാഹു പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. വനാന്തരങ്ങളിൽ കഴിയുന്ന, നമ്മുടെ നാടുകളിൽ കഴിയുന്ന, കാടുകളിൽ കഴിയുന്ന എത്രയോ ജീവജാലങ്ങളെ, മൃഗങ്ങളെ, പക്ഷിപറവാദികളെ, ഇഴജന്തുക്കളെ, മിണ്ടാപ്രാണികളെ ആലോചിച്ചു നോക്കൂ. ഈ ലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങളെ മുഴുവനും അല്ലാഹു ഓരോന്നിനെയും വെവ്വേറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഇത് പറയുമ്പോ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്, അല്ലാഹുവിനെ നമുക്ക് ഭയമാണ്. പോലീസിനെ പേടിക്കുന്നത് പോലെ, പട്ടാളത്തെ പേടിക്കുന്നത് പോലെ പടച്ച റബ്ബിനോട് നമുക്ക് വല്ലാത്ത പേടിയാണ്. എന്റെ റബ്ബെന്നെ ശിക്ഷിക്കുമോ? എന്റെ റബ്ബെന്നെ ഖബറിൽ ബുദ്ധിമുട്ടിക്കുമോ? എന്നെ പടച്ച തമ്പുരാൻ നരകത്തിലേക്ക് വലിച്ചിഴക്കുമോ? അല്ലാഹുവിനെ പറ്റി അങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകൾ മാത്രമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ളത്. നമ്മൾ മനസ്സിലാക്കിയ റബ്ബ് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് നിൽക്കുന്ന റബ്ബാണ്. നമ്മൾ മരിച്ചാൽ നമ്മളെ ഖബറിൽ അദാബിലാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന റബ്ബിനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ പ്രിയപ്പെട്ട സഹോദര? ഒരിക്കലുമല്ല. പടച്ച തമ്പുരാന് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന് പ്രധാനപ്പെട്ട 99 ഇസ്മുകളുണ്ട്. ആ ഇസ്മിൽ റഹ്മത്തിന്റെ 2 നാമങ്ങളാണ്. ഒന്ന് റഹ്മാൻ, രണ്ടാമത്തത് റഹീം. കാരുണ്യത്തിന്റെ കടലായ, കാരുണ്യത്തിന്റെ സാഗരമായ, കാരുണ്യത്തിന്റെ പ്രതീകമായ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും തുടങ്ങുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, അല്ലാഹുവിന്റെ സ്നേഹമാണ് വലുത്, അല്ലാഹുവിന്റെ സ്നേഹമാണ് വലുത്, അല്ലാഹുവിന്റെ പ്രേമമാണ് വലുത്. പടച്ച റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ റബ്ബെന്ന് പറയുന്നത്. റബ്ബെന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നവനെന്നാണ്. അതാണ് റബ്ബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആവശ്യമായ സകലതും അല്ലാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ പടച്ച തമ്പുരാനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനിൽ 3 കാര്യങ്ങളുണ്ടെങ്കിൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവന് അനുഭവിക്കാൻ സാധിക്കും. മുഅ്മിനെ, ഈമാൻ ഉണ്ടായാൽ പോരാ, ഈമാനിനൊരു മാധുര്യമുണ്ട്, അതിനൊരു ഹലാവത്തുണ്ട്, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അത് അനുഭവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാർഗമാണ് ഞാൻ പറയുന്നത്. ബിരിയാണി കഴിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ബിരിയാണിയുടെ ടേസ്റ്റ് നിനക്ക് അനുഭവിക്കാൻ സാധിച്ചോ? അൽഹംദുലില്ലാഹ്. അപ്പോഴേ ബിരിയാണി കഴിച്ചത് കൊണ്ട് പ്രയോജനമുള്ളൂ. എനിക്ക് ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഈമാനിന്റെ ടേസ്റ്റ് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കണം.
സാധിക്കണം. അതിനുള്ള മാർഗം എന്താണ്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കണം. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലാഹു ആവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോഴാണ് അല്ലാഹു നമ്മളെയും സ്നേഹിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ നമ്മൾ അങ്ങ് സ്നേഹിക്കുമ്പോ പിന്നെ പടച്ച തമ്പുരാന്റെ നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് പോവാൻ ഒരു മുസ്ലിമായ മനുഷ്യനും സാധിക്കില്ല. അപ്പോൾ അവൻ നിസ്കാരം ഒഴിവാക്കില്ല, അപ്പോൾ അവൻ ഹറാം ചെയ്യില്ല. ഒരു മനുഷ്യൻ നിസ്കരിക്കേണ്ടത് പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ടല്ല, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടല്ല ഉമ്മമാരെ നിസ്കരിക്കേണ്ടത്. പടച്ചോനെ, ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമല്ലോ, അള്ളാഹു എന്നെ നരകത്തിൽ കടത്തുമല്ലോ, അള്ളാഹു എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമല്ലോ, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുണ്ടാകില്ലല്ലോ എന്ന ബോധത്തോടെയല്ല നിസ്കരിക്കേണ്ടത്. നിസ്കാരമെന്ന് പറയുന്നത് പടച്ച തമ്പുരാനോടുള്ള സംസാരമാണ്, അള്ളാഹുവിനോടുള്ള പ്രേമഭാജനമായ റബ്ബിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം. ആ നിസ്കാരം ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ, ആ നിസ്കാരം കൺകുളിർമയോടെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്ലാം കാര്യം 5 എണ്ണമാണ്. ഒന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയില്ലെന്ന് സാക്ഷ്യപ്പെടുത്തലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യപ്പെടുത്തലാണ്. ഇത് സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എനിക്കൊരാളെ സ്നേഹിക്കണം, എനിക്കൊരാളെ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവനെ അറിയണം, ആദ്യം എന്റെ പ്രേമഭാജനത്തെ അടുത്തറിയണം. ആ അടുത്തറിയാനുള്ള മാർഗമാണ് ഷഹാദത്ത്. അല്ലാഹുവാകുന്ന പ്രേമഭാജനത്തെ പരിചയപ്പെടാനുള്ള മാർഗമാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ആരെയാണ് പ്രേമിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ ഏക ഇലാഹായ പടച്ച തമ്പുരാനെയാണ് ഞാൻ പ്രേമിക്കുന്നത്. അപ്പൊ ആളെ മനസ്സിലായി, പ്രേമഭാജനത്തെ പരിചയപ്പെട്ടു, അവൻ ആരാണെന്ന് ബോധ്യപ്പെട്ടു, അവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പണി എന്താണ്? ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഇഖാമുസ്സലാത്ത്, 5 നേരം നിസ്കരിക്കലാണ്. അത് സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. എനിക്കൊരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ രണ്ടാമതായി സ്നേഹം സുദൃഢമാക്കാൻ ഞാൻ ചെയ്യുന്ന പണി എന്താണ്? അയാളോട് വല്ലാതെ സംസാരിക്കും. ഞാൻ ആരെയാണോ പ്രേമിക്കുന്നത് അയാളോട് സംസാരിക്കാൻ ഞാൻ സമയം കണ്ടെത്തും. ആ സ്നേഹസല്ലാപം, ആ സ്നേഹ സംഭാഷണത്തിലൂടെ ഓരോ നിമിഷം കഴിയുന്തോറും ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചു വരും. അതാണ് 5 നേരത്തെ നിസ്കാരം. അല്ലാഹു നമ്മളോട് പറയാണ്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. എന്താണ് ഈ പറയുന്നത്? അല്ലാഹു വിളിച്ചു പറയുകയാണ്, എന്നോടൊന്ന് സംസാരിക്കാൻ വരൂ, എന്നോടൊന്ന് സ്നേഹസല്ലാപം നടത്താൻ വരൂ, എന്നോടൊന്ന് സംഭാഷണം നടത്താൻ വരൂ. ഹയ്യ അലസ് സ്വലാഹ്. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനി. നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്നേഹപ്രകടനമാണ് നിസ്കാരം. നിസ്കാരം എന്ന് പറയുന്നത് സ്നേഹപ്രകടനമാണ്. മുഅ്മിനീങ്ങളെ, തന്റെ കാമുകനോട്, കാമുകിയോട്, സ്നേഹഭാജനത്തോട്, ഒരു ഭർത്താവിനോട്, ഒരു ഭാര്യയോട് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോ എത്ര സന്തോഷത്തോടെയാണ് സംസാരിക്കുക, എത്ര ഏകാഗ്രതയോടെയാണ് സംസാരിക്കുക. അപ്പൊ സ്നേഹഭാജനമായ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോ എന്റെ പ്രേമഭാജനത്തോടാണ് ഞാൻ സംസാരിക്കുകയാണ്. നിസ്കാരം റബ്ബിനോടുള്ള സംഭാഷണമാണ്. അതിങ്ങനെ ചെയ്യുമ്പോൾ സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പൊ അള്ളാഹുവിനോട് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നിസ്കരിക്കാൻ സാധിക്കുക? നിസ്കരിക്കാത്ത ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ റബ്ബിനോട് സ്നേഹമില്ല.
റബ്ബിനോട് അവന് സംസാരിക്കുന്നില്ല. റബ്ബ് പറയാൻ എന്നോടൊന്ന് സംസാരിക്കാൻ വരൂ 5 നേരം, ളുഹറിന്റെ സമയത്ത്, അസ്റിന്റെ സമയത്ത്, ഓരോ സമയത്തും എന്നോട് സംസാരിക്കാൻ വരൂ എന്ന് റബ്ബ് വിളിക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കാത്തവൻ റബ്ബിനോട് പ്രേമമില്ലാത്തവനാണ്, റബ്ബിനോട് സ്നേഹമില്ലാത്തവനാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് വല്ലാതെ നിസ്കരിച്ചിരുന്നു. സന്താപത്തിന്റെ ഘട്ടങ്ങളിലും സന്തോഷത്തിന്റെ വേളകളിലും ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ സന്തോഷം നിസ്കാരത്തിലാണ്. എന്റെ അത് സ്നേഹഭാജനത്തോടുള്ള സല്ലാപമാണ്. എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഗൾഫ് നാട്ടിലുള്ള പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് നിങ്ങളെ വിളിക്കാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്. ഫോൺ ചെയ്യാതെ കിടന്നുറങ്ങാറില്ല. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഡെയിലി വിളിക്കാറുണ്ടെങ്കിൽ ഒരു ദിവസം എങ്ങനെയാണ് ആ വിളിയില്ലാതെ ഉറങ്ങാൻ സാധിക്കുക? തന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ സംസാരം കേൾക്കാതെ എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക? ഓരോ ദിവസവും 5 നേരം എന്നോട് സംസാരിക്കണമെന്ന് പ്രേമഭാജനം നമ്മളോട് പറയുമ്പോ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എങ്ങനെയാണ് പ്രേമിക്കുന്നവന് സാധിക്കുക? മാത്രമല്ല, നിസ്കാരത്തിലെ സുജൂദും റുകൂഉം അതുപോലെ ഇഅ്തിദാലും ഓരോ ദിക്റുകളും ഓരോ മന്ത്രങ്ങളും സ്നേഹത്തിന്റെ പ്രകടനമാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി അൻ യകൂന സാജിദാ, ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ പോലെയായിരുന്നില്ല. ദീർഘമായ സുജൂദായിരുന്നു, ദീർഘമായ സുജൂദായിരുന്നു. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞ് 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 അവിടത്തെ കണ്ണീർ കളങ്ങളെ കൊണ്ട് റൂമാകെ തളം കെട്ടിക്കിടക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരം അനുഭവിച്ച മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. ആരാണ് പറയുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ. നബി തങ്ങൾ നിസ്കരിക്കുകയാണ്, നിസ്കാരത്തിൽ സുജൂദിൽ കിടക്കുകയാണ്. ഒരുപാട് നേരം സുജൂദിലാണ്, മണിക്കൂറുകളോളം. സിദ്ദീഖുൽ അക്ബർ പറയാണ്, ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കി, അള്ളാന്റെ ഹബീബ് സുജൂദിൽ പടച്ചോനെ വഫാത്തായി പോയോ? ഒരു അനക്കവുമില്ലല്ലോ, ഒരു ഇളക്കവുമില്ലല്ലോ. ഞാൻ അടുത്ത് ചെന്നു, ഹബീബായ നബി തങ്ങളുടെ ആ ചുണ്ടിന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ചെവി പിടിച്ചു. എന്തിനാണ് ഞാൻ ചെവി പിടിച്ചത്? ഹബീബായ നബി തങ്ങൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കാൻ. മണിക്കൂറുകളാണ് സുജൂദിൽ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നിസ്കാരമാണ് ബദർ യുദ്ധത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ബദർ യുദ്ധത്തിൽ മഹാന്മാരായ മലായികത്തിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കാൻ കാരണം നബി തങ്ങളുടെ ദീർഘമായ സുജൂദാണ്. എന്റെ സുജൂദ് എന്ന് പറയുന്നത് അല്ലാഹുവിനോടുള്ള സ്നേഹപ്രകടനമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനത് വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ നിസ്കരിക്കേണ്ടത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മൾ നിസ്കരിക്കേണ്ടത് റബ്ബിനെ പേടിച്ചുകൊണ്ടല്ല, അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടാണ്. അള്ളാഹിനോടുള്ള സംസാരമാണ് നിസ്കാരം. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. റബ്ബിനോടുള്ള സ്നേഹപ്രകടനമായിരിക്കണം നമ്മുടെ നിസ്കാരം. ലോകത്ത് കഴിഞ്ഞു പോയവർ മുഴുവനും അങ്ങനെയാണ് നിസ്കരിച്ചത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ രാത്രി മുഴുവൻ നിസ്കാരമായിരുന്നു, പകലിൽ മുഴുവൻ നോമ്പായിരുന്നു. ഒരിക്കൽ ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, റബ്ബേ, ഞാൻ നിസ്കരിക്കുന്നത് നിന്റെ നരകത്തെ പേടിച്ചിട്ടല്ല റബ്ബേ, ഞാൻ നോമ്പെടുക്കുന്നത് നിന്റെ സ്വർഗത്തിന് വേണ്ടിയല്ല റബ്ബേ. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്, ഞാൻ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവേ നിന്നോടുള്ള പ്രേമം കൊണ്ട് ചെയ്യുകയാണ് റബ്ബേ, നിന്നോടുള്ള സ്നേഹപ്രകടനമാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതാണ് യഥാർത്ഥ സ്നേഹം.
ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ മഹബ്ബത്താണ്. ഈമാൻ എന്നാൽ സ്നേഹപ്രകടനമാണ്. ഒന്നാമതായി സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പടച്ച റബ്ബിനോടാണ്. മൂന്നാമത്തെ കാര്യം ഏതാണ്? ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കലാണ്. ഒരു മനുഷ്യൻ മറ്റൊരാളെ സ്നേഹിച്ചാൽ പിന്നെ സ്നേഹം ഇങ്ങനെ സംസാരങ്ങൾ നടത്തി സ്നേഹസല്ലാപം നടത്തി സ്നേഹം അങ്ങ് സുദൃഢമായാൽ പിന്നെ തന്റെ കാമുകന് വേണ്ടി, തന്റെ സ്നേഹഭാജനത്തിന് വേണ്ടി, തന്റെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ ഒരു മടിയുണ്ടാകൂല. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്തിനാണ് സക്കാത്ത്? റബ്ബിനോടുള്ള സ്നേഹപ്രകടനം രൂഢമൂലമാവാൻ, റബ്ബിനോടുള്ള സ്നേഹം രൂഢമാവാൻ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? സ്നേഹത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? തന്റെ പ്രേമഭാജനത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥ വന്നാൽ പിന്നെ ശരീരം മുഴുവനും സമർപ്പിക്കാൻ തോന്നും. തന്റെ കാമുകന്റെ മുമ്പിൽ, തന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ, തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ശരീരം മുഴുവനും സമർപ്പിക്കാൻ തോന്നും. ആ സമർപ്പണമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമർപ്പണമാണ് വിശുദ്ധ റമളാനിലെ നോമ്പെന്ന് പറയുന്നത്. എന്താണ് നോമ്പിന്റെ രഹസ്യം? നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ശരീരം സമർപ്പിക്കുകയാണ്. എന്തിനാ പട്ടിണി കിടക്കുന്നത്? നമ്മൾ ആരെയെങ്കിലും പേടിച്ചിട്ടാണോ പട്ടിണി കിടക്കുന്നത്? പ്രഭാതം മുതൽ പ്രദോഷം വരെ കുടിനീരല്ലാത്ത, ഉമിനീരല്ലാത്ത മറ്റുള്ള എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? പടച്ച റബ്ബിന്റെ കാമുകനായ പ്രേമഭാജനമായ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ശരീരം അങ്ങ് സമർപ്പിക്കുകയാണ്. അത് സ്നേഹപ്രകടനമാണ്. അതും കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ചെയ്യലാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്റെ കാമുകനിൽ ലയിച്ചു ചേരലാണ്. തന്റെ പ്രേമഭാജനത്തിലുള്ള ലയനമാണ്. യഥാർത്ഥത്തിൽ വിലയം പ്രാപിക്കലാണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അള്ളാഹുവിനെ പ്രേമിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. ആ സ്നേഹം കൊണ്ട് മാത്രമേ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കൂ. നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് എങ്ങനെയാണ്? നരകം പേടിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ അദാബും പേടിച്ചിട്ടല്ല. നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഭാര്യയെ പേടിച്ചിട്ടല്ല, അവൾ എന്നെ അടിക്കുമെന്ന ഭയാശങ്ക കൊണ്ടല്ല, മറിച്ച് സ്നേഹമാണ്. അല്ലാഹു നമ്മളോട് ഹറാമുകൾ ചെയ്യരുതേ എന്ന് പറഞ്ഞു, കള്ള് കുടിക്കരുതേ എന്ന് പറഞ്ഞു, കഞ്ചാവ് അടിക്കരുതേ എന്ന് പറഞ്ഞു, ലഹരി വേണ്ട എന്ന് പറഞ്ഞു. സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്, സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നാട്ടിലുണ്ട്, വാങ്ങാനുള്ള കാശുണ്ട്, കുടിക്കാനും ഉപയോഗിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ അനുകൂലമാണ്. പിന്നെ എന്തേ വിട്ടു നിൽക്കുന്നത്? ഒന്നുമല്ല, മഹബ്ബത്തുല്ലാഹ്. എനിക്ക് എന്റെ റബ്ബിനോട് പ്രേമമാണ്. എന്നോട് കള്ളു കുടിക്കരുതേ എന്ന് പറഞ്ഞത് പടച്ച തമ്പുരാനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു. എന്തേ ഞാൻ കള്ളു കുടിക്കാത്തത്? റബ്ബിനെ പേടിച്ചിട്ടല്ല. പിന്നെയോ, എങ്ങനെ ഞാൻ കള്ളു കുടിക്കും? എങ്ങനെ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കും? എങ്ങനെ ഞാൻ ലഹരി മരുന്ന് ഉപയോഗിക്കും? എന്റെ റബ്ബിനോട് എനിക്ക് പ്രേമമാണ്, എന്റെ റബ്ബിനോട് എനിക്ക് സ്നേഹമാണ്. ഓരോ ദിവസവും ഒരു നയാ പൈസയും റെന്റ് കൊടുക്കാതെ സുബ്ഹാനല്ലാഹ് 24 മണിക്കൂറും എനിക്ക് ശ്വാസോച്ഛ്വാസം നടത്താൻ എനിക്ക് കഴിവ് തരുന്ന എന്റെ പ്രേമഭാജനം, എനിക്ക് ഭക്ഷണത്തിന് രുചി തരുന്ന, ഓരോ മിനിറ്റിനുള്ളിലും ചുരുങ്ങിയത് 11 തവണ കണ്ണ് അടക്കാനും തുറക്കാനും തൗഫീഖ് തരുന്ന, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ ദഹന പ്രക്രിയ വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന,
എന്റെ ഓരോ അവയവങ്ങൾക്കും ആവശ്യമായ പ്രയോജനങ്ങളും ഉപകാരങ്ങളും ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രേമഭാജനത്തിന് ലഹരി ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനത് ഉപയോഗിക്കണം? മുഅ്മിനേ, ആ ഒരു മനോഭാവത്തിലേക്ക് ഞാനും നിങ്ങളും ഉയർന്നു വരണം. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സംസാരിക്കാതെ ഒരു ദിവസം പോലും രാത്രി ഉറക്കം വരാത്ത നമ്മൾ എങ്ങനെയാണ് ഇശാ നമസ്കരിക്കാതെ ഉറക്കം വരുന്നത്? എങ്ങനെയാണ് സുബ്ഹിന്റെ സമയത്ത് ഉറക്കം വരുന്നത്? ഗൾഫിലുള്ള ഭർത്താവ് എല്ലാ ദിവസവും കാലത്ത് പ്രഭാത സമയത്ത് 5 മണിക്കാണ് ഫോൺ ചെയ്യാറുള്ളത്. അവനപ്പോഴേ ഒഴിവുള്ളൂ, അവനപ്പോഴേ സമയമുള്ളൂ. എങ്കിൽ ആ ഫോൺ വിളിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാനും നിങ്ങളും? എന്നാൽ പടച്ച തമ്പുരാനോട് സ്നേഹ സംഭാഷണം നടത്തണമെന്ന് അള്ളാഹു പറഞ്ഞ ആ സുബ്ഹിന്റെ സമയത്ത് എങ്ങനെയാ നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്? ലോകത്ത് കഴിഞ്ഞു പോയ സകലമാന അമ്പിയാക്കളും ഔലിയാക്കളും ഇങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചവരായിരുന്നു. ഇങ്ങനെ സ്നേഹിച്ചാൽ എന്റെ ഉമ്മമാരെ എങ്ങനെ ഹറാമ് ചെയ്യാൻ സാധിക്കും? ഭർത്താവിനെ നിങ്ങൾ ആദരിക്കണം, ഭർത്താവിനെ നിങ്ങൾ ബഹുമാനിക്കണം, ഭർത്താവിനെ നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കണം. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഒരു ഹറാമ് പോലും നിങ്ങൾ ചെയ്യരുത്. ഭർത്താവിനെ നിങ്ങൾ ചതിക്കരുത്, നിങ്ങൾ ഒളിച്ചോടരുത്. പടച്ച തമ്പുരാന് പറയുമ്പോ അതിനുള്ള സാഹചര്യങ്ങൾ നാട്ടിൽ എത്രയോ ധാരാളമാണ്. ഇവിടെ സംവിധാനങ്ങളുണ്ട്, മൊബൈൽ ഫോണുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയകളുണ്ട്. ഹറാം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും 100% ഇവിടെ അനുകൂലമാണ്. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം എന്താണ്? എന്റെ റബ്ബിനോട് എനിക്ക് വല്ലാത്ത മഹബ്ബത്താണ്. ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചാൽ എന്റെ റബ്ബിന്റെ മനസ്സ് വേദനിക്കും. ഞാൻ ഒരു ഹറാമ് ചെയ്താൽ, ഞാൻ ഔറത്ത് പുറത്ത് കാണിച്ചാൽ, ഞാൻ അവിഹിതമായ ബന്ധം നടത്തിയാൽ, ഞാൻ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ഞാൻ മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്റെ പ്രേമഭാജനമായ പടച്ച തമ്പുരാന്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാനത് ചെയ്യൂല. ഈ ഒരു മനോഭാവത്തിലേക്ക് ഉയർന്നു വന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ ജീവിതം തന്നെ വല്ലാത്ത രസമാണ്. അപ്പൊ പിന്നെ രോഗം നമുക്ക് ആശ്വാസമാണ്, ബുദ്ധിമുട്ടുകൾ നമുക്ക് പൂമാലകളാണ്. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും പ്രശ്നമില്ല. എന്തേ? തന്റെ പ്രേമഭാജനമായ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ തലോടലാണ് ഈ രോഗമെന്നവർ മനസ്സിലാക്കി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം ബാധിച്ചു, പക്ഷേ പരാതിപ്പെട്ടില്ല. എന്തേ? പ്രേമഭാജനമായ പടച്ച തമ്പുരാൻ അവന്റെ സ്നേഹത്തിന്റെ തലോടലാണ് എന്റെ രോഗം. മാരകമായ രോഗമായിരുന്നു, പ്രശ്നമില്ല. എന്തേ? അത് സ്നേഹപ്രകടനമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിന് 7 മക്കളുണ്ടായിരുന്നു. 3 ആൺമക്കളുണ്ടായിരുന്നു, 4 പെൺമക്കളുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആൺമക്കളും വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയി. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മാത്രമാണ് 3 വയസ്സുവരെ ജീവിച്ചത്. ഖാസിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടു. അതുപോലെ തന്നെ ഖാസിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടു. അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടു. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മാത്രമാണ് ജീവിച്ചത്. പ്രിയപ്പെട്ട മുഅ്മിനേ, 3 കൊല്ലം മാത്രം. 3 ആൺമക്കളും വളരെ നേരത്തെ മരണപ്പെട്ടു പോയി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂമാല പോലെ സ്വീകരിച്ചു ആ പരീക്ഷണം. ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ തലോടലാണ്. ഞാൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഞാൻ അക്ഷമ കാണിച്ചിട്ട് കാര്യമില്ല, ഞാൻ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിന്റെ പിന്നിൽ പടച്ച തമ്പുരാൻ എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ക്ഷമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർഗ്ഗം കണക്കാക്കിയിട്ടുണ്ട്. റബ്ബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് എല്ലാം അവർ അനുഭവിക്കുകയാണ്. ഇവിടെ വന്ന് പറയാൻ കഴിഞ്ഞു, ഈ നാട്ടിൽ പടച്ച റബ്ബേ ചികിത്സക്കിടെ ഒരു ഗർഭിണിയായ പെൺകുട്ടി മരണപ്പെട്ടു എന്ന്, 19 വയസ്സുള്ള ഒരു സഹോദരി മരണപ്പെട്ടു എന്നറിഞ്ഞു. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ, നീ ഉഖ്റവിയായ ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. എന്റെ ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ,
രക്ഷിതാക്കളെ, ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഒരുപക്ഷെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാമായ മക്കൾ ഇവിടെ പറഞ്ഞേക്ക, ഭർത്താവ് മരണപ്പെട്ടേക്ക, ഭാര്യ മരണപ്പെട്ടേക്ക, ഒന്നും നമുക്ക് തീർത്തു പറയാൻ സാധിക്കില്ല. ഈ ലോകത്ത് ഒന്നിനും ഗ്യാരണ്ടിയില്ല, ഒന്നിനും ഗ്യാരണ്ടിയില്ല, എല്ലാത്തിനും ഗ്യാരണ്ടിയുണ്ട്. ജീവന് മാത്രം ഗ്യാരണ്ടിയില്ല പ്രിയപ്പെട്ട മുഅ്മിനേ. ആ സമയത്തെല്ലാം പരീക്ഷണത്തിന്റെ ചൂളയിൽ അള്ളാഹുവിനെ മറക്കാൻ നമുക്ക് കഴിയുമോ? അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ തലോടലായി നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കണം. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അമേരിക്കയിൽ ട്രീറ്റ്മെന്റിൽ കിടക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഭാര്യ സയ്യിദ ഷരീഫ ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത്. തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, താൻ ഏറ്റവും കൂടുതൽ പ്രേമിച്ച, തന്നെ ജീവനേക്കാളും സ്വന്തം ജീവനേക്കാളും സ്നേഹിച്ച സയ്യിദ ഷരീഫ ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആർജവത്തോടെ, മനോദാർഢ്യത്തോടെ ഉറച്ചു നിൽക്കാൻ, മനക്കരുത്തോടെ നിലകൊള്ളാൻ മഹാനായ പാണക്കാട്ട് തങ്ങൾക്ക് സാധിച്ചത് പടച്ച റബ്ബിനോടുള്ള സ്നേഹമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് മഹാനായ പാണക്കാട്ട് തങ്ങളുടെ 2 മക്കൾ, ബഷീർ അലി തങ്ങളും മുനവർ അലി തങ്ങളും. അവർ പറയാണ്, ഉമ്മച്ചി മരണപ്പെട്ടതിന് ശേഷം ബാപ്പച്ചി ഒരിക്കൽ പോലും ഞങ്ങളോട് ചോദിച്ചില്ല, അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എന്താണ് ഉമ്മാക്ക് സംഭവിച്ചത് എന്ന് പോലും ഞങ്ങളോട് ചോദിച്ചില്ല. മഹാനായ പാണക്കാട്ട് തങ്ങളുടെ സ്നേഹനിധിയായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ. എന്തേ ചോദിക്കാതിരുന്നത്? അള്ളാഹുവിലുള്ള ഖളാ, അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാനിന്റെ മാധുര്യം, അള്ളാഹു എനിക്ക് തന്ന പരീക്ഷണം, ഞാൻ വെപ്രാളപ്പെട്ടിട്ടെന്താ, ഞാൻ കരഞ്ഞിട്ടെന്താ, ഞാൻ സങ്കടപ്പെട്ടിട്ടെന്താ, പടച്ച റബ്ബ് എനിക്ക് ഖൈർ തീരുമാനിച്ചിട്ടുണ്ടാകും, എന്റെ ദറജ ഉയർത്താൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹു എനിക്ക് പരീക്ഷണം തന്നത് എന്നവർ കരുതി. അങ്ങനെയാ ലോകത്തുള്ള എല്ലാ മഹാന്മാരും പരീക്ഷണങ്ങളെ ഏറ്റുവാങ്ങിയത്. മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ 3 മക്കൾ മരണപ്പെട്ടു ഒരു അപകടത്തിൽ. മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും പുറത്തു വന്നില്ല. എന്തേ? അത് മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്. അങ്ങനെ റബ്ബിനെ ഇഷ്ടപ്പെട്ടാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പൂമാല പോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പിന്നെ മരണം പ്രശ്നമാവില്ല. മരണത്തോട് പേടി തോന്നൂ, മരണം ഭയമാകൂല്ല, മരണത്തോട് വെറുപ്പ് തോന്നൂല്ല. ഈ ലോകത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ മുഅ്മിനീങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാന്നറിയോ? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പ്രേമിച്ചതാരാണ്? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പ്രണയിച്ചതാരാണ്? നമ്മുടെ അഭിവന്ദ്യനായ നേതാവ് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ശൈഖുന ത്വാഖ ഉസ്താദ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യനായ ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് കാലം അവിടുത്തെ ആത്മീയ നേതൃത്വം അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആലിമീങ്ങൾ, മശായിഖന്മാർ, സാദാത്യങ്ങൾ എല്ലാവരുടെയും തണൽ ഒരുപാട് കാലം അല്ലാഹു സാധുക്കളായി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇരുത്തിയിട്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഉസ്താദിന് തിരക്കുണ്ട്. മാത്രമല്ല നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ബഹുമാന്യനായ ഉസ്താദിന്റെ നസീഹത്തും അവിടുത്തെ ദുആയുമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ സ്നേഹപ്രകടനം വഫാത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടു. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ഞാൻ മലക്കുൽ മൗത്താണ് നബിയേ, വന്നിരിക്കുന്നത് അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനാണ്, അല്ലെങ്കിൽ ദുആ വസിയ്യത്ത് ചെയ്ത് മടങ്ങി പോവാനാ.
എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ചരിത്രത്തിൽ കാണാം നമുക്ക്. 63-ാമത്തെ വയസ്സിലല്ലേ ഈ സംഭവം നടക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന് 63 വയസ്സ് പ്രായമാണ്. മലക്കുൽ മൗത്ത് വന്നിട്ട് ചോദിക്കാണ്, ഒന്നുകിൽ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ മടങ്ങിപ്പോവാം, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അർ-റഫീഖൽ അഅ്ലാ, എനിക്കെന്റെ കൂട്ടുകാരനെ കാണണം, എനിക്കെന്റെ അത്യുന്നതനായ റബ്ബിനെ കാണണം, എന്റെ പ്രേമഭാജനത്തിന്റെ അടുത്തെത്തണം, അതുകൊണ്ട് ഇപ്പോൾ തന്നെ റൂഹ് പിടിച്ചോളൂ എന്നാ പറഞ്ഞത്. 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പിടിച്ചാ പോരെ? ഞാൻ മരണപ്പെട്ടാൽ എന്റെ 9 ഭാര്യമാർ വിധവകളായി പോകുമല്ലോ, എന്റെ സ്വഹാബത്ത് വിഷമിച്ചു പോകുമല്ലോ, എന്റെ പേരക്കിടാങ്ങൾ അനാഥരായി പോകുമല്ലോ, ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മടങ്ങിപ്പോയിക്കോളൂ, പിന്നെ ഒരു കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് റൂഹ് പിടിച്ചാ പോരെ എന്ന് പറയാതെ അള്ളാഹുവിന്റെ ഹബീബ് മരണം സ്വാഗതം ചെയ്യാൻ കാരണം എന്താണ്? പടച്ച റബ്ബിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്, അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മരണം പ്രശ്നമല്ല, അള്ളാഹുവിനെ പ്രേമിച്ചാൽ മരണം ഒരു വിഷയമേ അല്ല. ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ സ്വഹാബികൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചില സ്വഹാബികളൊക്കെ രോഗശയ്യയിൽ കിടക്കുമ്പോ മർഹബം ബിൽ മൗത്ത്, മർഹബം ബിൽ മൗത്ത്, മർഹബം ബി മലക്കിൽ മൗത്ത്, മരണത്തിന് സ്വാഗതം, മർഹബം ബിൽ മൗത്ത്, മരണത്തിന് സ്വാഗതം, മർഹബം ബി മലക്കിൽ മൗത്ത്, മലക്കുൽ മൗത്തിന് സ്വാഗതം. അവർക്ക് മരണം പ്രശ്നമേ അല്ല. എന്തേ? അവർ പോകുന്നത് എങ്ങോട്ടാണ്? തന്റെ പ്രേമഭാജനത്തിന്റെ അടുക്കലേക്കാണ്. എങ്ങോട്ടാണ് മരിച്ചു പോകുന്നത്? റബ്ബിന്റെ അടുക്കലേക്കാണ്, സ്നേഹഭാജനത്തിന്റെ അടുക്കലേക്കാ. ആ റബ്ബെന്നെ സംരക്ഷിക്കും, ഖബറിൽ സൗഖ്യം തരും, മഹ്ശറയിൽ സംരക്ഷണം തരും. എനിക്ക് നാളെ മഹ്ശറയിൽ വലിയ 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 സ്വാസ്ഥ്യം പടച്ച തമ്പുരാൻ തരും. എനിക്ക് അല്ലാഹുവിന്റെ ലിഖാ ലഭിക്കും, അവന്റെ സ്വർഗ്ഗലോകം ലഭിക്കും, അവന്റെ റഹ്മത്തും അവന്റെ തിരുനോട്ടവും അവന്റെ ലിഖാഉം എനിക്ക് ലഭിക്കും. ഈ ഒരു ബോധത്തോടെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. പിന്നെയോ ഈ പ്രപഞ്ചത്തിൽ രണ്ടാമത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. രണ്ടാമതായി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുഹമ്മദ് നബിയെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് 5 നേരത്തെ ബാങ്ക് എന്ന് പറയുന്നത്. വേറെ ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിലും ബാങ്ക് ഉണ്ടായിരുന്നില്ല. വേറെ ഒരു പ്രവാചക പുങ്കവരുടെ കാലഘട്ടത്തിലും ബാങ്ക് നിയമമായിട്ടില്ല. ബാങ്ക് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്റെ പേരിന്റെ കൂടെ 24 മണിക്കൂറും ഈ പ്രപഞ്ചത്തിൽ തത്തിക്കളിക്കേണ്ടത് എന്റെ പ്രേമഭാജനമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണെന്ന് പടച്ച തമ്പുരാൻ തീരുമാനിച്ചു. ഈ പ്രപഞ്ചത്തിൽ ഓരോ നിമിഷവും ബാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാങ്കുലി നിലച്ചുപോയ ഒരു നിമിഷം പോലും ഈ പ്രപഞ്ചത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. ഈ സമയം 9 മണി സമയമാണ് നമുക്ക്. ഈ സമയത്ത് എവിടെയോ ബാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ലോകത്തെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന 2 നാമങ്ങൾ, അണമുറിയാതെ അനുസ്യൂതം അനവരതം നിരന്തരം ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന 2 നാമങ്ങൾ, ഒന്ന് അല്ലാഹ്, 2 മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്നെ തന്റെ ഹബീബിനെ സ്നേഹിച്ചു, നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞു. നബി തങ്ങളും പറഞ്ഞു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ.
ആ ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്റെ ഹബീബായ നബി തങ്ങളാണ് നമ്മുടെ ആത്മാവിന്റെ പിതാവ്. അൽ വാലിദുർ റൂഹിയ്യു ലനാ, നമ്മുടെ ആത്മാവിന്റെ പിതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ ഉമ്മയും ബാപ്പയും, ഈ ലോകത്തുള്ള ഉമ്മയും ബാപ്പയും നമ്മുടെ ശരീരത്തിന്റെ മാതാപിതാക്കളാണ്. നമ്മുടെ ശരീരത്തിന്റെ മാതാപിതാക്കളാണ് ഉമ്മയും ബാപ്പയുമെങ്കിൽ ഒരിക്കലും നശിച്ചു പോവാത്ത നമ്മുടെ ആത്മാവിന്റെ പിതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ഭൂമിയിലേക്ക് ആദ്യമായി കടന്നു വന്നത് മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിൽ പോലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ അല്ലാഹു സംവിധാനം, അവിടുത്തെ പ്രകാശത്തെ അല്ലാഹു പടച്ചിട്ടുണ്ടെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് നോക്കുമ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പോലും പിതാവ്, ആത്മപിതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മരണത്തിന് ശേഷം എന്റെ മുഅ്മിനീങ്ങളെ നമുക്ക് രക്ഷ നൽകുന്നതും ആ ഹബീബായ നബി തങ്ങളാണ്. ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്തില്ലാതെ നമുക്ക് ആഖിറത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, നമുക്ക് മരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മഹ്ശറയിൽ ചെന്നിട്ട് കാര്യമില്ല. റബ്ബിന് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തും അവന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തും നമുക്ക് കൈമുതലുണ്ടോ എങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ മഹ്ശറയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുമോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഗ്നി. എല്ലാവർക്കും അവനവന്റെ കാര്യമാണ് നാളെ മഹ്ശറിൽ. ഉപ്പാക്ക് ഉപ്പാന്റെ കാര്യം, ഉമ്മാക്ക് ഉമ്മാന്റെ കാര്യം. മക്കളെ കാണുമ്പോ തിരിഞ്ഞു നോക്കുന്നില്ല, മാതാപിതാക്കളെ കാണുമ്പോ മക്കൾ ഒളിച്ചോടുകയാണ്. ജീവിതകാലത്ത് തന്നെ സിനിമക്ക് കൊണ്ടുപോയ കൂട്ടുകാരൻ, കള്ളുകുടിക്കാൻ പ്രേരണ നൽകിയ കൂട്ടുകാരന്, അവിഹിതമായ ബന്ധം സ്ഥാപിക്കാനും കൂട്ടുനിന്ന ചെറുപ്പക്കാരൻ, സഹോദരങ്ങൾ, കൂട്ടാളികൾ, ഫ്രണ്ട്സുകൾ, ആരും അവിടെ രക്ഷക്കെത്തുന്നില്ല. എല്ലാവരും അവനവന്റെ കാര്യം ഓർത്തുകൊണ്ട് വിലപിക്കുകയാണ്, വെപ്രാളത്തിലാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടുത്താൻ നമ്മെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതാരാണ്? സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവിടുത്തെ ശഫാഅത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സ്നേഹിക്കേണ്ടവരെ നാം സ്നേഹിക്കണം. നമ്മുടെ സ്നേഹം വഴിമാറിപ്പോവരുത്. ഇത് വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല, സ്നേഹിക്കാൻ പാടില്ലാത്തവരെ സ്നേഹിച്ച് നടക്കുന്നു. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരോട് പറയുന്നു, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്നേഹമാവണം നമ്മുടേത്. അതിനുള്ള വഴിയാണ് റബ്ബിനെ സ്നേഹിക്കുക, അവന്റെ ഹബീബിനെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, ഫില്ലാഹ് അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക. അതല്ലാത്ത സ്നേഹങ്ങളെല്ലാം വിഡ്ഢിത്തമാണ്, മൗഢ്യമാണ്, നിരർത്ഥകമാണ്. പ്രിയപ്പെട്ട മുഅ്മിനേ, അള്ളാന്റെ ഹബീബിനോട് വല്ലാതെ മഹബ്ബത്തുണ്ടെങ്കിൽ ആ ഹബീബായ നബി തങ്ങൾ നമ്മളെ വഴി നടത്തുമെന്ന കാര്യം തീർച്ചയാണ്. ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ പ്രകടനമാണ് സ്വലാത്ത്. അള്ളാഹുവിലേക്കുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് നിസ്കാരം. സ്വലാത്ത് എന്ന് പറയുന്ന നിസ്കാരമെങ്കിൽ ഹബീബായ നബി തങ്ങളോട് ആത്മബന്ധം പുലർത്താനുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണ്, ഏറ്റവും വലിയ മാർഗമാണ് സ്വലാത്ത്. അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ രക്ഷപ്പെട്ടവർ മുഴുവനും രക്ഷപ്പെട്ടത് സ്വലാത്ത് കൊണ്ടാണ്. ആ സ്വലാത്ത് കൊണ്ടാണ് ഹബീബായ നബി തങ്ങളെ മനാമിൽ മഹാന്മാർക്ക് കാണാൻ സാധിച്ചത്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാത്ത ഏതു ആലിമാണ് ലോകത്ത് കഴിഞ്ഞു പോയത്? ഏത് ഇമാമിങ്ങളാണ് ലോകത്ത് കഴിഞ്ഞു പോയത്? അവരുടെ ഹൃദയം അള്ളാഹുവിന്റെ ഹബീബിന് സമർപ്പിച്ചപ്പോ അള്ളാന്റെ ഹബീബ് ഖൽബിലേക്ക് കടന്നു വന്നില്ലേ? ഇത് പറയാൻ നമുക്ക് യോഗ്യതയുണ്ടോ? അങ്ങനെ ഹബീബിന് ഹൃദയം കൊടുത്തപ്പോഴാണ്
നിസ്കരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ സലാം പറയാറില്ലേ? മദീനയിൽ കിടക്കുന്ന ഹബീബായ നബി തങ്ങളെ വിളിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം പറയാതെ നമ്മുടെ നിസ്കാരം സ്വഹീഹല്ലല്ലോ. 5 നേരം നിസ്കരിക്കുമ്പോൾ ശരീരം കഅബയിലേക്കാണ്, ഖിബ്ലയിലേക്ക് ശരീരം തിരിച്ചുകൊണ്ട് അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയേ അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് സലാം പറയുകയാണ്. ശരീരം കഅബയിലേക്കാണ്. ആ സമയത്ത് മനസ്സ് മദീനയിലേക്ക് പോവണം. നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോ ആ പൊസിഷനിലല്ല ഹബീബായ നബി തങ്ങൾ കിടക്കുന്നത്. നബി തങ്ങൾ മറ്റൊരു ദിശയിലാണ് കിടക്കുന്നത്. ശരീരം കൊണ്ട് കഅബയിലേക്ക് തിരിയുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് തിരിയണം. ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ ചേർത്ത് വെക്കാൻ സാധിക്കണം. അങ്ങനെ ചേർത്ത് വെച്ചപ്പോഴാണ് ഔലിയാക്കളിൽ ചില ആളുകളൊക്കെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നിസ്കരിക്കുന്ന സമയത്ത് സലാം പറഞ്ഞപ്പോ മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് സലാം മടക്കിയത് ഹബീബായ നബി തങ്ങളോടുള്ള ആത്മബന്ധമാണത്. ലോകത്തെ രക്ഷപ്പെട്ടവർ മുഴുവനും രക്ഷപ്പെട്ട സ്വലാത്ത് കൊണ്ടാണ്, മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് മഹബ്ബത്തിന്റെ സദസ്സാണ്, ഇത് സ്വലാത്തിന്റെ സദസ്സാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് നിങ്ങൾ സജീവമാക്കണം. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, നമ്മുടെ ഖൽബിൽ ഒരുപാട് അനാവശ്യമായ പ്രേമഭാചനങ്ങളില്ലേ? ഒരുപാട് സിനിമാ നടന്മാരില്ലേ? ഒരുപാട് സിനിമാ നടിമാരില്ലേ? ഒരുപാട് കായിക താരങ്ങളില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയണോ, ലോകത്ത് തമ്മാടിത്തരം ചെയ്യാൻ പ്രേരണ നൽകുന്ന, ലോകത്തിന് തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഇത്തരം താരങ്ങളെ, ഇത്തരം സിനിമാ നടന്മാരെ നെഞ്ചേറ്റിയിട്ട് എന്ത് ഫലമാണ് നമുക്കുള്ളത്? ഈ സദസ്സിൽ ഒത്തുകൂടിയ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഖൽബിൽ എത്രയോ ആളുകൾ കുടിയിരിക്കുന്നുണ്ട്. ഒരുപാട് ഗായികമാർ, ഒരുപാട് ഗായകന്മാർ, ഒരുപാട് സീരിയൽ നടന്മാർ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരെ നമ്മുടെ ഖൽബിൽ നിന്ന് ആട്ടിയോടിക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. അവരെ നമ്മുടെ ഖൽബിൽ നിന്ന് ആട്ടിയോടിച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ കരളിന്റെ കാതലായ, ജീവന്റെ തുടിപ്പായ, ഹൃദയത്തിന്റെ വസന്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഹബീബായ നബി തങ്ങളോട് മഹബ്ബത്ത് വെച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ മലക്കുകളോട് പറയുമത്രേ, അവനെ നിങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, അവൻ എന്റെ സ്വന്തം ആളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമെന്ന് ഉലമാ രേഖപ്പെടുത്തുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, ആ സ്നേഹം കൊണ്ടല്ലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. ആ സ്നേഹം കൊണ്ടല്ലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മേലിൽ കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ഹൃദയബന്ധം, ഒരു ആത്മബന്ധം, ഒരു ആത്മീയമായ ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനനായ ഉസ്താദിനെ ഇരുത്തി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് അദബ് കേടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. ഉസ്താദിന്റെ നസീഹത്തും അവിടുത്തെ പ്രാർത്ഥനയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്നേഹം വെച്ച് പുലർത്താൻ, അള്ളാഹുവിനെ മഹബ്ബത്ത് ചെയ്യാൻ, അവിടുത്തെ ഹബീബിനോട്, അവിടുത്തെ ഹബീബിനെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.